ഹായ് ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ട് റോസൂനെ കൊണ്ട് ജർമ്മനിയിൽ ആദ്യത്തെ ട്രിപ്പാട്ടാ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം വേറിനും കൂടി ഉണ്ട്, ഞങ്ങളുടെ അനിയത്തി. തേങ്ങ ഉടക്കി സ്വാമി. ഇതാണ് ഡ്രെസ്റ്റൻ ബാനോഫ്. ഞങ്ങൾ യൂറോപ്പിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്, ഞാനും റോസും കൂടെ. ഒപ്പം മെറിനും കൂടി ഉണ്ട്. മെറിന് ഇതിന് വേണ്ടിയിട്ട് ബ്രഹ്മനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടുത്തെ ട്രാം നല്ല ഭംഗിയുണ്ട്, മഞ്ഞ കളർ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയും ഗൈസ്? വെറും 2500 യൂറോ, ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്ത്. എൻ്റെ ആണുങ്ങൾ എന്ത് സിമ്പിളാണെന്ന് അറിയാം, വെറും 500 യൂറോ ഉള്ളൂ ഈഡ്സ് കിട്ടുന്നു. നൈസായിട്ടുണ്ട്, എന്നാൽ വലിയ റേറ്റും ഇല്ല. ഇപ്പം നമ്മൾ നടക്കുന്നത് ഡ്രെസ്റ്റൻ തെരുവോരത്താണ് ഗൈസ്. ആ ബോൾ കണ്ട പിള്ളേർക്കുള്ള ട്രംബോളിനൊക്കെ തരുന്നത് സേഫ്റ്റിക്ക് ആയിട്ട് ഉള്ളല്ലേ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, സമ്മർ ഫെസ്റ്റാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇടയിൽ നിന്ന് ഫുഡ് അടിച്ച കാരണം വിശക്കണില്ല ഗൈസ്. അല്ലേ റോസു? അല്ലേ മെറിനെ വിശക്കണില്ല? സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റാന്ന് തോന്നുന്നത്. ആ ചേച്ചിയുടെ തല വരെ പിങ്ക് അല്ലേ? കുഞ്ഞ പിള്ളേരൊക്കെയാണോ? ചീസ് റോള്, അത് ചിയർ റോള്, സ്പിനാച്ച് റോൾ. കൊള്ളാം, രസമുണ്ട്. കലറി മാൾ. തൈരാണോ? തൈര് കഴിച്ചോ? എന്ത് സ്നേഹമുള്ള കുട്ടിമാമ. തൈര് മുട്ടയിലിട്ടിട്ട് ഉപ്പും സ്പ്രിംഗ് ഒനിയനും കേട്ടു. ചെല്ലേ ഫോട്ടോ എടുക്കാൻ പോയതാണ് കാര്യം. രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ പോയ മൈൻഡ് ചെയ്തില്ല കേസ്. ഇത് നടക്കാൻ പറ്റുന്നില്ല. ചേച്ചി നമ്മളെ കണ്ടിട്ടില്ല. ചേച്ചി സാധനം വാങ്ങിയാൽ പോയി. ചേച്ചി വിചാരിച്ചു നമ്മൾ ഒഴിവാക്കി പോയിരുന്നു. കണ്ടേ അവിടെ പൂപ്പൻ്റെ കലാവിരുതുകൾ കാണിക്കുകയാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞ സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അതിന് ബാമ്പി എന്ന് പറയും. അപ്പൂപ്പൻ്റെ മോനാന്ന് തോന്നുന്നുണ്ട്. അപ്പൂപ്പൻ വേറെ, ചേട്ടൻ വേറെ വരയ്ക്കണം. ചേച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ യോടനാണ് വരയ്ക്കുന്നത്. യോട ഗെയിം ഓവർ. ഈ ചേച്ചിയുടെ കല്യാണമായി കഴിച്ചു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. ചേച്ചി ആദ്യമായിട്ട് വന്നപ്പോൾ കഴിച്ചതാണ്. പറഞ്ഞു കൊടുക്കുക ഏതാ കഴിക്കേണ്ടതെന്ന്. അതെ, ഇനി വാങ്ങിക്കാലോ ഗൈസ്. ഞങ്ങൾ ഡ്രസ്റ്റൻ്റെ മെയിൻ സ്ഥലങ്ങളായിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയ കാണാൻ വന്നതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുന്നുണ്ട്, കുറേ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്. തുണിക്കട റെസ്റ്റോറൻ്റാണ് ഇവരുടെ മെയിൻ. എല്ലാ കടകളും കയറി ഇറങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ, മറ്റേ ടൈലൊക്കെ വെച്ചിട്ട്. അതേ പോണു ഗൈസ് അടുത്ത സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കട പോലും വെറുതെ കിട്ടുന്നില്ല. സുവനീർ വാങ്ങിക്കാൻ വന്നാൽ. എൻ്റെ അമ്മ നൈസായിട്ടല്ലേ ഗ്ലാസ് ഐറ്റംസ് ആണ്. അത് കറക്റ്റാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ക്രിസ്മസ് ക്രിബിൻ്റെ സെറ്റ്. ചോക്ലേറ്റ് ഷോപ്പിൽ കയറി ഗൈസ്.
ഐസ്ക്രീം വാങ്ങിക്കാൻ കയറിയതാണ് ഗൈസ്. അവിടെ ഐസ്ക്രീമിൻ്റെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ വെറുതെ തൂക്കിയിട്ടാണ് ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി ഐസ്ക്രീം കിട്ടി. എന്ത് ഇഷ്ടി കഷ്ണമാണ്. ഫുൾ ചോക്ലേറ്റാ? ഈശോ പണിപ്പാളി. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഗൈസ്, പണിപ്പാളി. കുഴപ്പമില്ല, പക്ക ചോക്ലേറ്റ് തന്നെ. എന്താ ആർട്ട് വർക്കല്ലേ? ഈ സാധനം കണ്ടിട്ട് മറ്റേ പണ്ടത്തെ ആൾക്കാരെ കെട്ടി തൂക്കിയിടുന്ന പരിപാടിയാന്ന് തോന്നുന്നു. പൊളിച്ച്. അങ്ങനെ ഞങ്ങൾ ഗൈസ്, ഞങ്ങൾ ആദ്യത്തെ സോവിനിയർ നന്നായിട്ടുണ്ട്. വലിയൊരു കൊട്ടാരം ഗൈസ്. ഇപ്പോഴല്ലേ ജർമ്മനിയുടെ ഒരു ഫേസ് കണ്ടത്. ഈ കൊത്തി ഉണ്ടാക്കിയവർ സമ്മതിക്കണം, എന്താ ഫിനിഷിങ് അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പള്ളികളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഫിനിഷിങ് ഇല്ലാത്ത രൂപങ്ങളാണ് ജർമ്മനിയുടെ. പക്ഷെ ഇവിടത്തെ ഒക്കെ പണ്ടത്തെ ആൾക്കാരുടെ കഴിവ് നൈസാണ്. ആരാണെങ്കിലും ചെയ്യണുണ്ടല്ലോ, അതുണ്ടാവില്ല. അതെ, അതുപോലെ ഇപ്പം ഇല്ല എന്ന് പറയണേ. ഇപ്പം കഴിവുള്ളവരുണ്ടെങ്കിലും വന്ന് ചെയ്യണില്ലാന്ന്. വേറെ പുതിയ ടാർ ചെയ്ത സ്ഥലത്ത് കയറി നടക്കണം. എന്തോ നോക്കി നടക്കണ്ട പുള്ളി. ടാറിങ് കറക്റ്റാണോ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ രാജാവിന് പൊന്തിച്ച് വെച്ചാണ്, ഒരു കാല് പൊന്തിച്ച് വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് യുദ്ധത്തിൽ അപകടമൊക്കെ പറ്റില്ലേ, അങ്ങനെ അപകടം പറ്റിയിട്ട് വീട്ടിലൊന്നും മരിച്ച ആളാണ്. 2 കാല് പൊന്തിച്ചിട്ടുള്ളതാണെങ്കിൽ അയാൾ യുദ്ധത്തിൽ വെച്ച് മരിച്ചിട്ടുണ്ടാവും. സപ്പോസ് 2 കാലും താഴെയാണെങ്കിൽ അയാൾ നോർമൽ ഡെത്ത്, യുദ്ധത്തിനൊന്നും പോകാണ്ട് വീട്ടിൽ വയസ്സായിട്ട് വന്ന് മരിക്കില്ലേ, അങ്ങനെ മരിച്ചാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുതിയ അറിവ്. അവിടെ വടി പിടിച്ചിട്ട് 2 ചേട്ടന്മാർ കണ്ടാണ്. അവർ ആക്ച്വലി ടൂർ ഗൈഡ്സാണ്, പഴയ സ്റ്റൈൽ പിടിക്കുന്ന ടീംസാണ്. പിന്നെ പണ്ടത്തെ ആൾക്കാർ കുന്തവും ഒരു വിളക്കും. രാജാവിൻ്റെ പേര് വായിച്ചേ. ഓ, ചേട്ടന് ഓടിയിട്ടല്ല. റെസ്റ്റോറൻറ്റ് പൊക്കി പറഞ്ഞതാണ്. നല്ല ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് രാജാവിൻ്റെ കോട്ട. മുമ്പിൽ തന്നെ ഒരു പള്ളി. രാജാവിന് സുഖമായിട്ട് കുർബാനയ്ക്കൊക്കെ പോകണമെങ്കിൽ അധികം ദൂരം യാത്ര ചെയ്യണ്ടല്ലോ. കുതിരപ്പുറത്തിരിക്കണേ ചേട്ടൻ ഇത് തന്നെയാണ് പണി. ആള് ഗൈഡ് എല്ലാവർക്കും മൂതാൻ കൊടുക്കണമെന്നുണ്ട്. ആനക്കൊമ്പായിരിക്കില്ല, ഇവിടെ എന്നിട്ടായിരിക്കും കുതിരക്കൊമ്പ. അല്ല, കുതിരയ്ക്ക് കൊമ്പില്ലല്ലോ അല്ലേ? കുതിരയ്ക്ക് അല്ല, കൊമ്പ് പോലത്തെ സാധനം പണ്ട് അങ്ങനത്തെ തന്നെയാണല്ലോ ഉപയോഗിച്ചത്. അതെ ഗൈസ്, നമ്മുടെ റോസും മെറിനും പൂക്കൾ നോക്കി വെച്ചിട്ടുണ്ട്. രാത്രി വന്നിട്ട് മുറിക്കാന്നാണ് പറയണേ. നല്ല പൂക്കളാണ്, നോക്കി വെച്ചോ. അത് റോസ് പോലെ ടൂലിപ്സ് തന്നെയാണോ അത്? ഗൈസ്, നമ്മൾ പോകുന്ന അടുത്ത സ്ഥലത്തിൻ്റെ പേരാണ് ഡ്രസ്റ്റ്നർ സ്വിംഗർ. ആ കാണാണ്ടാ. കേട്ടോ, അയ്യോ വീണില്ല. നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വീണല്ലേ. വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തി ഈ സെറ്റപ്പ് മണി അടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല ഭാഗ്യം. ശരിക്കും ഇത് ഗാർഡനാണ്, നമ്മുടെ രാജാവിൻ്റെ ഗാർഡനായിരുന്നു. പണ്ടത്തെ ഇതില്ലേ ഒരു റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
സ്റ്റെപ്പ് കയറുകയാണ് ഗേസ്. ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ തുറന്നിട്ടില്ല. അയ്യോ, ചേച്ചിമാരും വയ്യണ്ടായി. പാട്ട് പാടിയിട്ട് ക്ലീന് പിടിച്ച്. യെസ്, മനോഹരമായി പൂന്തോട്ടം ഗൈസ്. പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കും. ആ വെള്ള പണികൾ അടിച്ച ആണോ? എങ്ങനെ പണി അടിക്കാന്ന്? എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്തൊക്കെയോ നോക്കണുണ്ട്. സിഗരറ്റ് ഫാക്ടറിയാ? ആ ഡോം ഒരു സിഗരറ്റ് ഫാക്ടറി ആണ് അത്ര. സിഗരറ്റ് ഫാക്ടറി ഒരു മോസ്ക് പോലെ എല്ലാ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് സിഗരറ്റ് ഫാക്ടറി ആക്കിയേക്കാണ് അത്ര. പള്ളി പോക്കായിരിക്കും. പെയിന്റ് അടിക്കായിരിക്കും. ആ, വെറുതെ കുറെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കണല്ലേ. നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫൗണ്ടൻ്റെ അടിയിൽ പോയിട്ടിരിക്കുക. ആഹാ, നല്ല കൊള്ള. ഓ, ചേട്ടന്മാരുണ്ട്. കൈകൊണ്ടാണ് വീശണേ ഗൈസ്. അവള് കൈകൊണ്ട് വീശണ അവളുടെ വണ്ടിയാണ് ഗൈസ്. കുറേ സ്റ്റെപ്പ് കയറണം നമുക്ക്. കയറിയിട്ടാണ് അപ്പുറത്തേക്ക് കൂടെ വീണ്ടും ഇറങ്ങിയിട്ട് താഴേക്ക് വരാൻ. ഗൈസ്, ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ പോണ്. എണ്ണിക്കോ മട്ടം. ആ, മലയാറ്റിൽ പോയില്ലല്ലോ, അതിന്റെ വിഷമം തീർക്കണ്ടേ. കൊന്നെത്തിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് കൊന്നെത്തിച്ചു. യെസ്, വിഷം വെച്ചിട്ട് മോളിൽ കൂടെ വിടും. ഫുള്ള് ഇലകൾ വന്നിട്ട് എൻ്റെ അടി കൂടെ നടക്കാം. പൈസ എടുക്കണം, ഞാൻ പോയിട്ട് പുറക്കിട്ട് വരാം. ഏതൊക്കെ എടുക്കുന്നു ഗൈസ്? കോയിനൊക്കെ എടുക്കുന്നുണ്ട്. മറ്റേ എൻ്റെ കയ്യിൽ ഇട്ടാ ആഗ്രഹിച്ചിട്ട്. ആ, ഇത് മറ്റേ ബാറാണ്. നിനക്കൊന്നും പറയാനില്ലേ? ഇത്ര ഫേമസ് ആയ ചാനലിൽ എന്നെ മോൻ കാണിക്കാൻ മോൻ കാണിക്കാൻ കിട്ടിയത് വളരെ സന്തോഷം. അടിച്ചു കയറും. സ്നേഹപൂർവ്വം ജോയ്സ് ഫ്രം ജസ്റ്റൻ, വീട് പാവട്ടി, തൃശ്ശൂർ. ഓക്കെ, അത് മതി, അത് മതി. പിൻകോഡ് ഫോൺ നമ്പർ പിന്നെന്താ? മൈ ഫോട്ടോ ബ്രീസ് 2255. നമ്മുടെ ജർമ്മനിയിലെ ഫാമിലി സ്കൂൾ വിട്ടു ഗൈസ്. എല്ലാവരും കൂടെ നടന്നു വരണമെന്നാണ് നമ്മുടെ റോസ് പറഞ്ഞത്. റോസ് നോക്കൂ, റോസ്. ഇവളല്ല നിനക്ക് ട്രസ്റ്റും കാണിക്കാൻ വരാന്ന് പറഞ്ഞേ. എനിക്ക് എൽബർ റിവർ കാണിക്കാന്ന് പറഞ്ഞു. അല്ല, എൽബർ റിവർ അല്ലല്ലോ, പാർക്ക്. ഞാൻ കാണിച്ചു തരാന്നല്ലേ. ഫ്രണ്ടിൽ നടക്ക്. എനിക്ക് ആ കുന്തം പിടിച്ച് നടക്കായിരുന്നില്ല. ഇവിടെ നിന്ന് ലൈറ്റ് എടുത്തോ? ദേനടി ഇത് പച്ചയാന്നുള്ളൂ, എടുത്തോ. 5 മണിക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഡസ്റ്റ് മൊത്തം കാണായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 5 മണിയായി. മുകളിലെ വ്യൂ അടിപൊളിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഡ്രസ്റ്റൻ മൊത്തം കാണാം. ഞങ്ങളെ ഗൈഡ് ഇതേ പോണു, പക്ഷെ അവൾക്ക് അറിയില്ല എവിടേക്കാണ് പോണേന്നുള്ളത്. അതുകൊണ്ട് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണത്. ദൈവമേ, അങ്ങോട്ട് വാ അങ്ങോട്ട് പോയ സൈഡിൽ കൂടെ പോയി അവിടെ വ്യൂ ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രസ്റ്റൻ ഇങ്ങനെയല്ല. ആ, ഇത് മറ്റേ വേൾഡ് വാറിൽ നശിച്ച അത് അടച്ചിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് അവള് ആകെ പറഞ്ഞ സാധനം. ചുമര് നിറച്ച് പടമുള്ള ഒരു സംഭവം. ആ, ബെസ്റ്റ്. പുള്ളി കണ്ടുപിടിച്ചതാടാ.
എൻ്റെ ഗൈഡ് പറഞ്ഞല്ലോ ഒന്ന് നോക്കിയേക്കാം. കൊള്ളാം. വെടിയുണ്ട. ഇത് മരത്തുമ്പോ മുളയ്ക്കണം. ആലസാലിൽ ഇഷ്ടോ ചെടിന്ന് മുളയ്ക്കുന്നതാണോ? അതെ, ഈ മരത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഗൈസ്. നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഇതൊരു മ്യൂസിയമാണ് ഗൈസ്. പക്ഷെ നമ്മൾ എത്തിയ സമയം ഈ നേരമായതുകൊണ്ട് അടച്ചു. ലൈറ്റ് നോക്കണ്ട, ഇവിടെ സമീപം ഏകദേശം 8:30. ചക്കിക്കകത്ത് ചങ്കരനാ. ഓ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞങ്ങളങ്ങനെ ഡ്രസ്റ്റം വിടുകയാണ് ഗൈസ്. അടുത്ത വരവിൽ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. യെസ്, സൈനിങ് ഓഫ്. ബൈ ബൈ.